ഈ ലഹരിക്കെതിരെയുള്ള ഒരു വലിയൊരു ഡ്രൈവ് മോട്ടോർ വാഹന വകുപ്പ് ഇന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. ഡ്രൈവ് അവേ ഫ്രം ഡ്രഗ്സ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ 3 ജില്ലയിൽ 6 ദിവസം പര്യടനം നടത്തി. അപ്പോൾ രഹസ്യമായിട്ടൊക്കെ നമ്മൾ പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഏതെങ്കിലുമൊക്കെ ചില ഒറ്റപ്പെട്ട പള്ളിക്കൂടത്തിലുള്ള ചില പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഴത്തിലും അതിതീവ്രമായിട്ട് ഇത് വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജനങ്ങളും പോലീസും എക്സൈസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പണ്ട് സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നാൽ നമുക്കൊരു ചിലപ്പോൾ 2-3 മാസം എടുത്തതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാർ. അതാണ് മോട്ടോർ വാഹന വകുപ്പിന് അത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ ഈ ചേട്ടന്മാർ സഞ്ചരിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് തടയാൻ പറ്റുന്ന കാര്യം അതാ. തീർച്ചയായിട്ടും ഈ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫുഡിന്റെ ലൈൻ കട്ട് ചെയ്തില്ലേ എന്ന് പറയുന്നത്. വാഹനാപകടങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് യുവാക്കളാണ്. യുവാക്കളിൽ ലഹരിയുടെ അമിതമായ ഉപയോഗവും ഈ വാഹനാപകടങ്ങൾക്ക് മുഖ്യ കാരണങ്ങളായി മാറുന്നതായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ്. ഞാൻ ഇന്നലെ തിരുവല്ലയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പണ്ടൊക്കെ വണ്ടി എവിടെ കൊണ്ട് മുട്ടിയാലേ നമ്മൾ ഇറങ്ങുന്നൊരു വിലസുമല്ലോ, എന്തുകൊണ്ടാണ് വണ്ടി നോക്കി ഓടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഇനിയുള്ള കാലത്ത് പിള്ളേരൊക്കെ വണ്ടി കൊണ്ട് തട്ടിയാല് കാറിന് ഇറങ്ങരുത്, മാത്രമല്ല ചില്ല് പോലും താഴ്ത്തരുത്. അമ്മ ചില്ലിന്റെ മേളിൽ കൂടെ. അതെ. ഞങ്ങൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഞങ്ങളുടെ വാഹനങ്ങളുടെ മുൻപിൽ പോലും ഇതുപോലുള്ള അഭ്യാസങ്ങളാണ് ഇതുപോലുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ലഹരിയുടെ ആ ഒരു അമിതമായ ഉപയോഗം മൂലമാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ. അതായത് ഇത്തരം വണ്ടികൾ പാഞ്ഞു പോകാതിരിക്കാൻ ഈ മോട്ടോർ വാഹന വകുപ്പിന് എന്താ ചെയ്യാൻ പറ്റുക? കാരണം ഈ വാഹനങ്ങളിലാണല്ലോ ഇതൊക്കെ കൊണ്ടു നടക്കുന്നവന്മാര്. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വാഹനാപകടങ്ങളെയും ഇതുപോലുള്ള ലഹരിയുടെ ഉപയോഗത്തെയും തടയുകയുള്ളൂ. അതൊരു ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇത്.